ഓക്കെ മച്ചാമ്മ, ഇന്ന് നമ്മൾ പ്രൈവറ്റ് ബസ് കൊണ്ട് കയറി ഓട്ടം വന്നിരിക്കുന്നത് ഏതോ കിന്നാനും കണ്ണാനും കൊണ്ട് ഓട്ടം പോയിരിക്കുകയാണ്.
തുമ്പി നാട്ടുപെണ്ണിനെ കണ്ടോ ആവരം നാടൻ പാട്ടുകൾ പാടാൻ പോയതാണേ ഞാറ്റുപാടം തേടി പോയതാണേ ഞാറ്റുപാടത്തെ തുമ്പി നല്ല തുമ്പി നാട്ടുപെണ്ണിനെ കണ്ടോ ആവരം നാടൻ പാട്ടുകൾ പാടാൻ പോയതാണേ ഞാറ്റുപാടം തേടി പോയതാണേ കണ്ണിൻ മൂന കൊണ്ടിടം നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഖവത്തിൻ മധുരത്തെ നൊലിപ്പിച്ച കണ്ണാളെ എന്നെ കുടുക്കിയ പൂമോളെ കണ്ണിൻ മൂന കൊണ്ടിടം നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ എന്റെ പിടയ്ക്കുന്ന കരളുള്ളിൽ മുഖവത്തിൻ തത്തിക്കളിക്കണ നേരം നീണ്ട ചുരുൾമുടി മാടിയൊതുക്കിയവൾ പാടവരമ്പത്തു നിന്നെ ഒരു ഈറൻ കുളിർ കാറ്റുപോലെ തത്തിക്കളിക്കണ നേരം നീണ്ട ചുരുൾമുടി മാടിയൊതുക്കിയവൾ പാടവരമ്പത്തു നിന്നെ ഒരു ഈറൻ കുളിർ കാറ്റുപോലെ പൂത്തുവിടന്നേ ചെമ്മുകിലിൻ മാനമുണർന്നേ നന്മയോലും പെണ്ണിൻ മിഴി വെണ്ണുകിലും പാറിപ്പറന്നേ എന്നെയും കാത്തു പാടവരമ്പത്ത് നോവും മനസ്സുമായി നിന്നേ എന്റെ കൊച്ചു കുറുമ്പത്തി നിന്നേ തത്തിക്കളിക്കണ നേരം നീണ്ട ചുരുൾമുടി മാടിയൊതുക്കിയവൾ പാടവരമ്പത്തു സ്റ്റാൻഡ് കയറിയിരിക്കുകയാണ്. ഓക്കെ, ബസ് സ്റ്റാൻഡ് വന്ന് ആളെ ഇറക്കി. അപ്പോൾ നമുക്ക് നീ പോകുന്നതിന് മുമ്പ് അതായത് അടുത്ത് തിരിച്ചു പോകുന്നതിന് മുമ്പ് നമുക്ക് നീ വർഷത്തിലോട്ട് നമ്മൾ പോകണം. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ആഘോഷം നല്ല ക്ലീൻ ആയിട്ട് നമ്മൾ വെച്ചൊക്കെയാണ് എപ്പോഴെങ്കിലും. ഇപ്പോൾ ഇന്ന് വൈകിട്ടാണ് ഈ വണ്ടി കൊണ്ട് നേരെ കൊണ്ട് കഴുകാനൊക്കെ ആയിട്ട് കൊണ്ടുപോകും. എല്ലാ ദിവസവും അതുപോലെ തന്നെ കഴുകി നല്ല വൃത്തിയാക്കിയിട്ടേ ഒരു ദിവസത്തെ ട്രിപ്പ് നമ്മൾ എടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വർഷപ്പിലോട്ട് വിടാം. വർഷപ്പ് വിട്ടിട്ട് വണ്ടിയുടെ വർക്ക് എത്രയും കഴിഞ്ഞെന്ന് നോക്കാം. ഓക്കെ, നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്. ഒരു 12 മണിയായി, അതിൻ്റെ ഒരു വെയിലുണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ 4 മണിക്ക് അവിടെ ഓടി ചെന്നിട്ട് തിരിച്ച് വരണം. ഓക്കെ ഗൈസ്, നമ്മളിന്ന് ഇങ്ങോട്ട് വന്ന് നമ്മളെ ബസ് കാണുന്നില്ലല്ലോ ഗൈസ്. അതോ കിടക്കുന്ന ഗൈസ് നമ്മളെ ബസ് ഉണ്ട് അവിടെ നമ്മൾ ഒതുക്കിയിട്ടേക്കുന്നത്. അതാന്ന് തോന്നുന്നു നമ്മളെ ബസ്സാന്ന് തോന്നുന്നു, നമ്മളാന്ന് തോന്നുന്നത്. ഓക്കെ, നല്ല നീറ്റ് ആൻഡ് ക്ലീനിങ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്, ഇന്ന് വൈകിട്ട് തന്നെ എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവന്മാർ നമ്മളോട് അത് തന്നെയാണ് പറഞ്ഞത്, ഇന്ന് വൈകിട്ട് വണ്ടി എടുക്കണം പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബിസൺ നമ്പറും കയറി, സബ് കയറിയിട്ടുണ്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ. നമ്മളെ എന്താ പറയുക, കർണനെ ഉള്ള പോലെ തന്നെ ഫ്രണ്ടിൽ സ്പീക്കേഴ്സൊക്കെ കയറ്റിയിട്ടുണ്ട്. ക്യാബിൻ ഫുള്ള് ചേഞ്ച് ആയിട്ടുണ്ട്. ഡാഷ്ബോർഡും ചേഞ്ച് ആക്കിയിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നും അങ്ങനെ വലിയ ഇത് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ അത്യാവശ്യം എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അകത്തെ ലൈറ്റ് വർക്ക് എല്ലാം ചേഞ്ച് ചെയ്തു. ഇപ്പോൾ ഒരു ലാസ്റ്റ് പെയിൻ്റ് അടിയുടെ ഇത് കാരണം പത്ര പേപ്പറൊക്കെ ഒട്ടിച്ച് അതൊന്നും വലിച്ച് കീറി കളഞ്ഞില്ലെന്ന് തോന്നുന്നു. അതൊക്കെ കളയാനുണ്ട്. അത് കളഞ്ഞിട്ട് ഈ വണ്ടിയുടെ സ്റ്റിക്കർ വർക്കിൻ്റെ പരിപാടിയുണ്ട്. സ്റ്റിക്കർ വർക്ക് കഴിഞ്ഞിട്ട് വേണം. ഇന്ന് രാത്രി തന്നെ വന്ന് വണ്ടി എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ സ്റ്റാൻഡ് അവിടെ ബ്ലൂ ലൈറ്റ് കയറ്റിയിട്ടുണ്ട്. അത് രാത്രിയിൽ കാണത്തുള്ളൂ. നമ്മളെ അടി മൊത്തം നീലകണ്ഠനായതുകൊണ്ട് നീലയുടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കടുന്നീലയാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ബാക്ക് ഗ്ലാസ് എല്ലാം പത്ര പേപ്പർ ഇട്ട് ചുറ്റിയൊക്കെയാണ്. ഇവിടെ എല്ലാം ചുറ്റിയൊക്കെയാണ് പത്ര പേപ്പർ ഇട്ട്. നമ്മൾ എല്ലാ വർക്കും നല്ല നീറ്റായിട്ടാണ് പെയിൻറ്റിങ് അടിച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വണ്ടിക്കകത്തോട്ട് കയറി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡാഷ്ബോർഡ് ഫുള്ള് സ്പീഡ് മീറ്ററും ഫുള്ള് എല്ലാം അവന്മാർ നല്ല വൃത്തിക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റിയറിങ് മാറ്റിയിട്ടുണ്ട്. ഗിയർ ലിവർ ആണെങ്കിൽ അത് തന്നെയാണ്.
നമ്മുടെ മാല കൊന്തമാല അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. പിസ്റ്റൺ നമ്പർ കയറി, ടോപ്പ് ലൈറ്റൊക്കെ കയറിയിട്ടുണ്ട് വണ്ടി. പിന്നെ എന്ത് പറയാനാ. അപ്പോൾ വണ്ടി ഡെലിവറിയുടെ വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ, പ്രൈവറ്റ് എടുക്കാറുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഓടുകയാണ് ഗൈസ്, ഓടുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് ടാറ്റ ബൈ ബൈ, സീ യു ഗൈസ്.